അതുകൊണ്ട് ഇന്ദുവിന്റെ സാധനങ്ങൾ തിരികെ കൊണ്ടുപോകാൻ മുത്തച്ഛൻ വയലൂരം വീട്ടിലെത്തുന്നു. അയ്യപ്പൻകുട്ടി മനസ്സിനെയും കുട്ടിമണിയെയും ചോദ്യം ചെയ്യുന്നു. ശിവയിൽ സംശയമുള്ള അയ്യപ്പൻകുട്ടി കുട്ടിമണിയുടെയും മനസ്സിന്റെയും സംരക്ഷണ ചുമതല പിച്ചളയേൽപ്പിക്കുന്നു. മാണിക്യമംഗലത്തെത്തുന്ന അയ്യപ്പൻകുട്ടിയെ ഭീഷണിപ്പെടുത്താനുള്ള ജലജയുടെ ശ്രമം ഫലിക്കുന്നില്ല. മനസ്സിനെ തകർക്കാൻ മതികല നകുലിനെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. കുട്ടിമണിയെ കാണുന്ന ബാലന്റെ മനസ്സിൽ വിഷമം. സീതയുടെ പേരിൽ നകുലിന്റെ വിവാഹം മുടങ്ങുന്നു. സീത തിരികെ വയലൂർ വീട്ടിലേക്ക് പോകണമെന്ന് വനജ. ശാരദയുടെ മരണവുമായി ബന്ധപ്പെട്ട് മതികല ചില രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതായി രവിക്ക് അജ്ഞാത ഫോൺ. മയിലിനു പിന്നിൽ മഹാദേവൻ തമ്പി ഉണ്ടോ എന്ന് മതികലയ്ക്ക് സംശയം. പിച്ചള പഠിപ്പിച്ച തന്ത്രങ്ങളുമായി കുട്ടിമണി വയലൂർ വീട്ടിലേക്ക് വരുന്നു. മതികല കുട്ടിമണിയെ തടയാൻ ശ്രമിക്കുന്നുവെങ്കിലും ഫലിക്കുന്നില്ല. കുട്ടിമണിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച മതികലയെ കുട്ടിമണി അടിക്കുന്നു. മയിലിനെ കാണാൻ തമിഴ്നാട്ടിൽ നിന്നെത്തിയ വക്കീൽ കാർ വാങ്ങാൻ പണം നൽകുന്നു. സീത വയലൂരം വീട്ടിലേക്ക് തിരികെ എത്തുന്നു. സീതയും മതികലയുമായുള്ള പ്രശ്നത്തെക്കുറിച്ച് മയിൽ ചോദിക്കുന്നുവെങ്കിലും സീത വ്യക്തമായി മറുപടി കൊടുക്കുന്നില്ല. ഇന്ദു വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് അയക്കുന്നു. ബാലനെ സീത സമാധാനിപ്പിക്കുന്നു. സീതയോട് മതികലയുമായുള്ള പ്രശ്നത്തെക്കുറിച്ച് മയിൽ ചോദിക്കുന്നു. അമ്മയുടെ ശബ്ദം കേൾക്കുന്ന കുട്ടിമണിക്ക് സന്തോഷം. ഭയങ്കര സന്തോഷമായി. അപ്പച്ചമ്മങ്ങനെ ചെയ്തോണ്ടല്ലേ എനിക്ക് എന്റെ അമ്മയുടെ ശബ്ദം കേൾക്കാൻ പറ്റിയത്. എന്റെ ശാരദേ, എന്താ സംഭവിച്ചത്? എനിക്കൊന്നും അറിയത്തില്ല. നീ വന്നായിരുന്നോ? നിന്റെ ശബ്ദം കേട്ടെന്ന് ഇവരെല്ലാരും പറയുന്നു. ഞാൻ ഒന്നും ഓർക്കുന്നില്ല. ആ പെണ്ണിനെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് നീയാണെന്ന് പറഞ്ഞ് വേഷം കെട്ടിയത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. മുറ്റം വരെ അവളെ ഓടിച്ചതും ഓർക്കുന്നുണ്ട്. പിന്നെ ഒന്നും ഓർമ്മയില്ല. അപ്പച്ചമ്മ നുണ പറയാ. അപ്പച്ചമ്മയ്ക്ക് എല്ലാം അറിയാം. അപ്പച്ചമ്മ കൊച്ചജിക്ക് അടി കൊടുത്തില്ലേ, അത് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായി. ഇനി കൊടുക്കണടി. ഇനി എപ്പോഴാ അപ്പച്ചമ്മ വാദം വരുന്നേ? ഓ പിന്നെ വാദം, നീ അപ്പുറത്തെങ്ങാനും പോവണ്ണേ. ഈ കാര്യം എല്ലാരോടും പറയണം. ഓ പിത്തലോ വന്നെങ്കിൽ പിത്തലോടും പറയാനും ഈ കാര്യം. അപ്പച്ചമ്മേ, ഇപ്പൊ അമ്മയുടെ തപ്തം കേട്ടില്ലേ? ഇനി എന്റെ അമ്മ വരുമായിരിക്കുമല്ലേ? അയ്യോ, ആദ്യം തപ്തം വന്നു, പിന്നെ അതിന്റെ പുറകെ എന്റെ അമ്മ വരും. വയ്യ. എടി കുഞ്ഞുമണി, നിന്റെ മുത്തച്ഛി വന്നേട്ടോ. മുത്തച്ഛിയെ തപ്തത്തിൽ കേട്ടാനോ? നീ കേട്ടോ? പിന്നെ അപ്പച്ചമ്മേ, ഞാൻ ഈ കാര്യം മൈശയോട് പറഞ്ഞു തരാം കേട്ടോ. പറഞ്ഞു തരാം. അയ്യോ, എന്താ കുട്ടിമണി? കുഞ്ഞുമണി വല്ലതും പറഞ്ഞോ? അല്ല മനുഷ്യ, എന്റെ അമ്മ വന്നു. എന്താ കുട്ടിമണി പറയുന്നേ? അമ്മ വന്നോ? അമ്മ ഇനി ഒരിക്കലും വരത്തില്ലെന്ന് കുട്ടിമണിക്ക് അറിയത്തില്ലേ? അല്ല മനുഷ്യ, അമ്മയുടെ ശബ്ദം വന്നെന്ന്. എന്താ കുട്ടിമണി പറയുന്നേ? സത്തം വന്നു. കുഞ്ഞുമണി കേട്ടോ, ഇങ്ങോട്ട് നോക്ക്. കുഞ്ഞുമണിയുടെ അച്ഛൻ അമ്മയുടെ ശബ്ദം വന്നെന്ന്. നമ്മളിങ്ങനെ സമ്മാനിക്കുമ്പോ എന്ന ശബ്ദമില്ലേ? ശബ്ദം. ശബ്ദം എവിടുന്ന് കേട്ടു? മനുഷ്യ, അപ്പച്ചമ്മയുടെ ദേഹത്ത് പാദം കയറി. കയ്യിലോ കാലിലോ? കൈയും കാലിലും ഒന്നുമല്ല, മൊത്തത്തിലങ്ങോട്ട് കയറി മനുഷ്യ. അമ്മയുടെ പാദം കയറിയതാ. ഓ ബാധ. അതെ. അമ്മയുടെ ബാധ അപ്പച്ചമ്മയുടെ ദേഹത്തോട്ട് കയറി. എന്നിട്ട് അപ്പച്ചമ്മ കൊച്ചേച്ചി മുറ്റത്തിട്ട് ഓടിച്ചിട്ട് തല്ലി. കുട്ടിമണി, എടി കുട്ടു, എടി നിർത്തണ നിന്റെ ചിരി. എന്നോട് നിർത്താനോ? നിത്തണെന്ന് പറഞ്ഞോ? അല്ല പിന്നെ. അയ്യോ, അതെ, നീ ഇവിടെ നിന്ന് കിക്കിന്ന് ചിരിച്ചോ. എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോവാ. അവളുടെ ഒരു വിശേഷം. പെണ്ണുങ്ങളെ മനുഷ്യ പറയട്ടെ. പിന്നെ ഉണ്ടല്ലോ, അപ്പച്ചിമ്മയുടെ ദേഹത്ത് അമ്മയുടെ വാദം കയറി. വാദമല്ല, ബാധ. ബാധം കയറി.
പിന്നെ ഉണ്ടല്ലോ കൊച്ചേച്ചെ തല്ലി. എന്നിട്ടേ അപ്പച്ചമ്മ സമ്മാനിച്ചത് മൊത്തം എന്റെ അമ്മയുടെ ശബ്ദത്തിലാ. പിന്നെ എന്നെ മോളേന്ന് വിളിച്ചു, കെട്ടിപ്പിടിച്ചു ഉമ്മേ തന്നു. എന്നാ മനുഷ്യ അങ്ങനെ? നേരാണോ നീ പറയുന്നേ? സത്യം ഞാൻ പറഞ്ഞത്. മനുഷ്യനാണ്, കുഞ്ഞുമണിയാണ്, ഈ ഞാനാണ് സത്യം. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ മനുഷ്യന്റെ തല പൊട്ടിച്ചു മാറ്റേ. അത് കൊള്ളാം. പോണെങ്കി എന്റെ തല പൊക്കോട്ടെ എന്നല്ലേ? പറ മനുഷ്യ, അമ്മയെ തപ്ത എങ്ങനെയാ വന്നെന്ന് പറ. കുട്ടിമണി പറഞ്ഞത് ശരിയാണെങ്കിൽ കുട്ടിമണിയുടെ അമ്മ ഇവിടൊക്കെ തന്നെ ഉണ്ട്. കുട്ടിമണിയെ കാണാനും കുഞ്ഞുമണിയെ കാണാനും കുട്ടിമണിയുടെ ശബ്ദം കേൾക്കാനും ഒക്കെ. അപ്പൊ അമ്മ ഇവിടെ ഉണ്ടെന്ന് കുട്ടിമണിയെ അറിയിക്കണ്ടേ? ആണല്ലേ? അമ്മേ, എനിക്ക് കുട്ടിമണിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷായേ. ഇനി വന്നേ. വരും കുട്ടിമണി വരും. കുട്ടിമണിയുടെ തലയിൽ വീണ പാപക്കറ മുഴുവൻ അമ്മ വന്ന് കഴുകിക്കളയും. എന്നിട്ട് കുട്ടിമണിയാണ് ഈ വീടിന്റെ വിളക്കെന്ന് കാണിച്ചു കൊടുക്കും. നോക്കിയോ? ഞാൻ പറയുന്ന കള്ളത്തരൊന്നുമല്ല. ദേ, നിങ്ങൾ എന്റെ ദേഹത്തോട് നോക്കിയേ, അടികൊണ്ട പാട് കാണണമെങ്കിൽ. എന്റെ പൊന്നിനെ തല്ലിയെന്നോ? ഞാൻ ചോദിക്കട്ടെ അങ്ങോട്ട്. ഓ, പൊന്നിനെ തല്ലി. നിങ്ങൾക്ക് ഇങ്ങനെ ബഹളം വെക്കാനല്ലേ അറിയത്തുള്ളൂ. ഇനിയിപ്പൊ ചോദിക്കുക എടുക്കൊന്നും വേണ്ട. എന്താണ് ഇതിന് പിന്നിലെ രഹസ്യമെന്ന് ആദ്യം കണ്ടെത്തണം. എന്ത് രഹസ്യം? ഇതൊക്കെ അപ്പച്ചിയമ്മയുടെ നമ്പർ അല്ലേ? പണ്ടും ഇങ്ങനത്തെ ചില വേലത്തരങ്ങള് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൂപ്പന്മാര് വന്നു, പിതൃക്കന്മാര് പോയി. അതൊക്കെ കർക്കിടക മാസത്തിലാ. കർക്കിടക മാസത്തിലെ അമാവാസിയിലൊക്കെ തുള്ളിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങള് കുഞ്ഞുങ്ങളല്ലേ, പേടിച്ച് വിറച്ച് നോക്കി നിന്നിട്ടുണ്ട്. ഇതങ്ങനല്ല. അവരാദ്യം എന്നോട് സംസാരിക്കാൻ വന്നപ്പോ അവരവരുടെ ശബ്ദത്തിലായിരുന്നു. പിന്നെ സംസാരിച്ചതും ബഹളം വെച്ചതും മുഴുവൻ ഇവിടുത്തെ അമ്മയുടെ ശബ്ദത്തിലാ. അമ്മയുടെ ശബ്ദത്തിലോ? അതേന്ന്, നിങ്ങളുടെ അമ്മയുടെ ശബ്ദത്തില്. അതെങ്ങനെ ആ ശബ്ദം അവരുടെ വായി നിന്ന് വരും? അതവര് മിമിക്രി കാണിച്ചതാ. പിന്നെ ഈ പ്രായത്തിലല്ലേ മിമിക്രി. ഇതിനകത്ത് എന്തോ ഒരു രഹസ്യമുണ്ട്. എന്ത് രഹസ്യം പൊന്നെ? അതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. പെട്ടെന്നൊരു ദിവസം സുഭദ്രാമ്മയ്ക്ക് ബാധ കയറുന്നു. ബാധ കയറിയ സുഭദ്രാമ്മ എന്റെ നേരെ വരുന്നു. വന്നു കഴിഞ്ഞാലുടൻ അവരുടെ ശബ്ദം ശാരദാമ്മയുടേതായി മാറുന്നു. ഇതൊന്നുകിൽ ഒരു പ്രീ പ്ലാൻഡ് കളിയായിരിക്കും. അല്ല പൊന്നെ, പ്രീ പ്ലാൻഡ് കളിയെന്ന് പറഞ്ഞാലും എങ്ങനെ അമ്മയുടെ ശബ്ദം കിട്ടും? അതാണ് എന്നെയും കുഴപ്പിക്കുന്നത്. മെഡിക്കൽ സയൻസിൽ ഇങ്ങനെ ചിലതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാളെ പറ്റി നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചോണ്ടിരുന്ന നമ്മൾ സ്വയം ആ വ്യക്തിയായിട്ട് മാറൂന്നൊക്കെ. പക്ഷേ ഇതങ്ങനെ വല്ലതും ആണോ എന്തോ എനിക്കറിയത്തില്ല. എന്തായാലും ഇനി ഞാൻ എന്റെ അമ്മയൊന്ന് കാണട്ടെ. അമ്മയെ കണ്ടതിന് ശേഷം ആലോചിക്കാം ഇതിനെ എങ്ങനെ നേരിടണോന്ന്. നമുക്കേ അപ്പച്ചമ്മയെ പിടിച്ച് വല്ല മന്ത്രക്കളത്തിൽ കൊണ്ടിരുത്തി ആഹാവിച്ചാലോ? ആഹാവിക്കാനോ? അല്ല, ആവാഹിക്കാൻ. ആവാഹനം വേണോ ഉച്ചാടനം വേണോന്നൊക്കെ ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ട് തീരുമാനിച്ചോളാം. എന്തായാലും എന്റെ ദേഹത്താണ് കൈവച്ചത്. അത് ബാധയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും, അതും ചൂലുകൊണ്ട്. ഇതിന് ഞാൻ പകരം ചെയ്തില്ലെങ്കിലേ എന്റെ പേര് മാണിക്യമംഗലത്ത് മതികല എന്നല്ല. അയ്യോ, അവരുടെ കാര്യം. അമ്മ എവിടെ? കൊച്ചമ്മ വിളിക്കണോ? പിന്നെ ഞാൻ നിങ്ങളെ കാണാനാണോ വന്നത്? ഞാൻ അമ്മയെ തിരക്കെങ്കിൽ അമ്മയെ വിളിക്കണ്ടേ? എന്താ മോളെ? മാഡം, കൊച്ചു മാഡം വന്നിരിക്കുന്നു. നീ പറഞ്ഞത് ശരിയാണോ മോളെ? എനിക്ക് കേട്ടിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യമൊന്നും അറിയാൻ നിൽക്കുന്നുണ്ടോ? നിങ്ങൾ അകത്തേക്ക് പോ. എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാനിവിടെ തൂത്ത് വൃത്തിയാക്കി നിന്നോളാം മാഡം. പറഞ്ഞു കേക്കത്തില്ലല്ലേ നിങ്ങള്? അങ്ങോട്ട്. ഞാൻ പറഞ്ഞത് നേരെ അമ്മേ. എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാ. എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ സത്യമാണെന്ന്. ബാധയും ഭൂതവും പ്രേതവും ഒന്നുമില്ല, വെറുതെ. അത് ആ തള്ളയ്ക്ക് ഭ്രാന്ത് കേറിയിട്ട് ഓരോന്ന് കാണിച്ചതാ. ഒന്നുമില്ലെങ്കിലും
വയലോരം വീട്ടിലെ ബുദ്ധിയില്ലാത്ത കുട്ടിമണിയുടെ അപ്പച്ചിയല്ലേ അവര്? കുട്ടിമണിക്ക് അരബുദ്ധി, ഇവർക്ക് മുഴുവട്ടും. ഇതങ്ങനെ അല്ലമ്മേ. എങ്കി പിന്നെ എങ്ങനെ അവർക്ക് മരിച്ചുപോയ ശാരദാമ്മയുടെ ശബ്ദം വന്നു? ഹ, അത് മിമിക്രി ആയിരിക്കും. പിന്നെ ഈ പ്രായത്തിലല്ലേ മിമിക്രി കാണിക്കാൻ പോകുന്നത്? എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. എന്നെ ചൂലുകൊണ്ട് അവര് തല്ലിയത്. നിനക്ക് ആ ചൂല് പിടിച്ചു വാങ്ങി തിരിച്ചൊന്ന് കൊടുക്കാൻ മേലായിരുന്നോ? അതിന് പറ്റണ്ടേ? ഞാനാകെ ഭയന്ന് തളർന്നുപോയി. വെറുതെ കിടന്ന എന്നെ വന്ന് തല്ലി എണീപ്പിച്ചിട്ട് മുറ്റത്തോടിട്ട് ഓടിച്ചു. അത് കഴിഞ്ഞ കുട്ടിമണി വന്നത്. അവളെ കണ്ടതും ശബ്ദം മരിച്ചുപോയ ശാരദാമ്മയുടേതായി. ശരിക്കും ഞാൻ ഭയന്നുപോയി. ശാരദാമ്മ തന്നെയാണെന്നാ ഞാൻ ഇപ്പോഴും കരുതുന്നത്. കഥകൾ വല്ലതും വിളിച്ചു പറയുമെന്നായിരുന്നു എന്റെ പേടി. നീ ഒന്ന് ചുമ്മാതിരി. ഇതൊക്കെ ചുമ്മാ പ്രകടനം. നമ്മളെ ഒന്ന് ഭയപ്പെടുത്താനും ഇളക്കാനും കാണിക്കുന്ന വെറും ഒരു നമ്പര്. ഇതിന്റെയൊക്കെ പിന്നിൽ ആ തമിഴത്തിയായിരിക്കും. നീ ധൈര്യമായിട്ട് നിൽക്ക. അല്ല, ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വേണ്ടത് നമുക്ക് ആലോചിക്കാം. എന്നാലും അവർക്ക് ആ ശബ്ദം എങ്ങനെ വന്നു? അതാ എന്റെ സംശയം. അതാ എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത്. ഞാനത് വീട്ടിലെത്തിയതേ ഉള്ളൂ. മീറ്റിംഗ് നെക്സ്റ്റ് സൺഡേ. അത് മതി. ഞാൻ വിളിക്കാം, വെച്ചോ. ആഹാ, രണ്ടുപേരുണ്ടല്ലോ. അല്ല, ഞാൻ എപ്പോ വന്നാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്റെ മോള്. അതിനെന്താ ഇപ്പൊ എത്ര അതിശയിക്കാനായിട്ട്? ഇത് എന്റെ വീട് തന്നെയല്ലേ? ഇവിടുന്നല്ലേ ഞാൻ അങ്ങോട്ട് പോയത്. സത്യം പറയാലോ, കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വന്നപ്പോ നീയും നിന്റെ അമ്മയും കൂടി ഇവിടെ ഇരുന്ന് ഗൂഢാലോചന നടത്തുന്നത് കാണുമ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നെനിക്ക് ഇഷ്ടപ്പെട്ടു, രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടതിൽ. അതെന്താ അങ്ങനെ? ഓ, രണ്ടുപേരെയും ഒന്നിച്ച് നിർത്തി തെറി പറയാനായിരിക്കും. എന്തിന്? തെറി പറഞ്ഞാൽ നന്നാവുന്ന ആൾക്കാരാണോ നിങ്ങള്? അല്ലല്ലോ. വെറുതെ എന്റെ നാക്കിട്ട് ചിലക്കുന്നത് മിച്ചം. നിങ്ങൾ അധികം നാക്കിട്ട് ചിലക്കാത്ത കാര്യം പറ. എന്താ ഞങ്ങൾ ഒരുമിച്ച് കണ്ടതിൽ ഇത്ര സന്തോഷം? ഒരു നല്ല കാര്യം പറയാൻ വേണ്ടിയാ. നമ്മുടെ കമ്പനിയിലെ ഒരു മാറ്റം വരുത്താൻ ആലോചിക്കാൻ ഞാൻ. മാറ്റം വരുത്താനോ? എന്തു മാറ്റം? ഓ, കമ്പനിയുടെ ഭരണം വിട്ടൊഴിയാനായിരിക്കും. എന്നാ എല്ലാം എനിക്ക് തന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. അത് നീ വ്യാമോഹിക്കണ്ട. അവളല്ലാതെ പിന്നെ ആരാ മോഹിക്കേണ്ടത്? കമ്പനി നിങ്ങൾ വെച്ചൊഴിഞ്ഞാൽ ഏറ്റെടുക്കേണ്ടത് മതികലയാ. അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം. നടത്തി മുടിച്ചോളാം. നിങ്ങൾ രണ്ടുപേരും അവിടെ കയറി ഭരിക്കണ്ട. അല്ലെങ്കിൽ രവിയേട്ടൻ. അല്ലാതെ പിന്നെ ആരാ? ഞാനോ എന്റെ ഭർത്താവോ ആയിരിക്കണം MD. ഞങ്ങള് വേണമല്ലോ കാര്യങ്ങൾ നോക്കി നടത്താൻ. നിനക്ക് നാണമുണ്ടോടി ഭർത്താവെന്ന് പറഞ്ഞ് സംബോധന ചെയ്യാൻ? ഒന്നും അറിയാത്ത പാവത്തെ ഒരു കഴുതയെ പോലെ കൊണ്ടു നടന്നിട്ട് കാണിക്കാവുന്ന വൃത്തികേടുകൾ മുഴുവൻ കാണിച്ചിട്ട് സ്വത്തിന്റെ കാര്യം വന്നപ്പോ ഭർത്താവിന്റെ അവകാശവും പറഞ്ഞ് വന്നേക്കുന്നോ? നിങ്ങൾ കാര്യം പറ, കിടന്നു തുള്ളാതെ. ഞാനൊരാളെ കമ്പനിയോട് കാര്യങ്ങൾ ഏൽപ്പിക്കുക. അമ്മയ്ക്ക് നമുക്ക് അറിയാവുന്ന ആളാണ്, നല്ല പരിചയമുള്ള ആളാ. അതാരാ? നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആളാണ്. മുമ്പ് നിങ്ങളുടെ 1-ാം നമ്പർ മിത്രം, ഇന്ന് നിങ്ങളുടെ 1-ാം നമ്പർ ശത്രു. കൂടുതൽ അലങ്കാരമൊന്നും വേണ്ട, ആളെ പറ. പറഞ്ഞാ നിങ്ങൾ ഞെട്ടും. അയ്യോ, ഞാൻ ഞെട്ടി. ഞങ്ങൾ ഞെട്ടിക്കാൻ മാത്രം മരുന്നൊന്നും നിങ്ങളുടെ കയ്യിലില്ല. എന്നാ കേട്ടോ, മനസുജൻ. അവനെ കമ്പനി അങ്ങ് ഏൽപ്പിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുക. അത് നടക്കത്തില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കത്തില്ല. ഇപ്പൊ ഞെട്ടിയില്ലേ? നിങ്ങൾ രണ്ടുപേരും ജീവിച്ചിരുന്നാലും കടൽ ചാടി ചത്താലും ശരി, ഞാൻ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. എന്തടിസ്ഥാനത്തിൽ, എന്തവകാശത്തിന്റെ പേരിൽ? ഞാൻ മനസ്സുജന് ചെയ്യുന്ന ഓരോ ഉപകാരവും, അവന് കൊടുക്കുന്ന ഓരോ അവസരവും അവനോട് ചെയ്യുന്ന ഒരു പ്രായശ്ചിത്വ. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ. അറിയാതെ എന്റെ പേരിൽ ചാർത്തപ്പെട്ട ഒരു കുറ്റത്തിന് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു പ്രായശ്ചിത്വം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂട്ടിയാ മതി ഇതും. ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? നിന്റെ സമ്മതം എനിക്ക് വേണ്ട. അമ്മയും മോളും വിളച്ചെടുത്ത ഞാൻ സ്വത്തെല്ലാം കൂടി ഏതെങ്കിലും അനാഥാലയത്തിൽ എഴുതി വെക്കും, അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ തീ കൊണ്ടാ കളിക്കുന്നത്. അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആരീ ഭൂമിയിൽ ഇല്ലാതായാലും ശരി, ഞാൻ ഇതിന് സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല.
ഈ കാര്യത്തിൽ എനിക്ക് മനസ്സിന്റെ അനുവാദം കിട്ടിയാൽ മതി. അവൻ സമ്മതിച്ച അവൻ കമ്പനിയിൽ വന്നിരിക്കും, ഭരിക്കും. അമ്മയും മോളും അത് കാണും. എങ്കിലേ എനിക്കതൊന്ന് കാണണം. മതി മതി, സത്യമാണ് പറയുന്നത്. ഞാൻ എന്തിന് കള്ളം പറയണം, അതും ഇങ്ങനൊരു കാര്യത്തിന്? എന്നാലും ഇതെനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വിശ്വസിക്കണ്ടടാ. എന്റെ അച്ഛനെന്ന് പറയുന്ന മഹാകുറുക്കന്റെ ഓരോ ചലനങ്ങളും പിന്നാലെ നടന്ന് അയാൾ അറിയാതെ കാണുകയും എന്നെ അറിയിക്കുകയും വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ട് നീ എന്തെങ്കിലും ചെയ്തു? മതി, ഞാൻ എന്നെ കൊണ്ടാവുന്നത് പോലെയെല്ലാം. നിന്നെ കൊണ്ടാവുന്ന പോലെയല്ല. ഒടുക്കപ്പ എന്തായടാ? കമ്പനിയിൽ ഒരു ഉയർന്ന തസ്തികയിലേക്ക് മനസ്സിജം വരുന്നു. അതൊക്കെ നടക്കോ? മതി, നടക്കോ ഇല്ലേന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി അത് പറയാനുള്ള ധൈര്യം അയാൾ കാണിച്ചില്ലേ? നാളെ മനസ്സിജൻ ആ ഓഫർ സ്വീകരിക്കുക കൂടി ചെയ്ത നീ തലയെ മൊട്ടയടിച്ച് കാശിക്ക് പോടാ. മതി എങ്ങോട്ടൊക്കെ പോകുന്നത്? രാമേശ്വരത്തിനോ? ഇതെല്ലാം ചെയ്തു വെക്കുന്നത് മതിയുടെ അച്ഛനല്ലേ? ഞാൻ രാമേശ്വരത്തിനാണോ രാമങ്കരിക്കാണോ പോകുന്നതെന്ന് നീ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. എന്റെ അച്ഛൻ ഇങ്ങനെ മുമ്പോട്ട് പോകാതിരിക്കാനുള്ള വഴിയാ നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങേര് പോട്ടെ, കാശിക്കോ രാമേശ്വരത്തോ വല്ല ഗോകർണത്തോ ഒക്കെ. അല്ല മതി, വല്ല മരുന്നും കുത്തിവെച്ച് അങ്കിളിനെ അങ്ങ് തളർത്തി കിടത്തിയാലോ? വല്ല പരാലിസാണെന്ന് നാട്ടുകാർ എഴുതിക്കൊള്ളും. അതും ആലോചിക്കാവുന്നതാ. ചെക്ക് ലീഫിലും സ്റ്റാമ്പ് പേപ്പറിലും മുദ്ര വെക്കാൻ അയാളുടെ തള്ളവിരലിന്റെ അടയാളം മാത്രം മതി എനിക്ക്. അത് ചെയ്യാൻ എന്റെ കൈക്ക് മാത്രം മതി കരുത്ത്. തോൽപ്പിക്കാൻ ശ്രമിക്കും തോറും വീര്യം കൂടുന്ന ജനുസ സഞ്ജു ഞാൻ. ചോരയിൽ ഗൺ പൗഡറിന്റെ ഡെപ്പോസിറ്റ് ഉള്ള സ്പീഷീസ്. എന്തായാലും ഈ തീരുമാനത്തിന് മാണിക്യമംഗലത്ത് മഹാദേവൻ തമ്പി വലിയ വില കൊടുക്കേണ്ടി വരും, അതുറപ്പാ. മേഡം അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അയ്യോ, നിന്നോടുള്ള പ്രേമം കൊണ്ട്. നിന്നെ കാണാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ നീ കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? മേഡം എന്താ ഉദ്ദേശിക്കുന്നത്? മേഡം ഉദ്ദേശിക്കുന്നത്, എടാ, എനിക്കെതിരെയുള്ള എതിർചേരികൾ മുഴുവൻ ഇപ്പൊ ഒന്നിച്ച് വയലോരം വീട്ടില്ല. അതിന്റെ കൂടെ എന്റെ അച്ഛന്റെ വക എനിക്കിട്ട് പിന്നിൽ നിന്നുള്ള കുത്തും. സഞ്ജുവിനോട് ഞാനിപ്പോ ആ കാര്യം സംസാരിച്ചതേ ഉള്ളൂ. മേഡം, മനസ്സിൽ വീട്ടിൽ വന്നിട്ട് എങ്ങനെ നിങ്ങൾ തമ്മിൽ നേർക്കുനേരെന്തെങ്കിലും? ചില അർത്ഥം വെച്ചുള്ള സംസാരങ്ങൾ. വാക്കുകൾക്കിടയിൽ അവൻ ഒളിപ്പിച്ചു പിടിക്കുന്ന മുനകൾക്ക് നീ അവന്റെ പള്ളയ്ക്ക് കയറ്റിയ പിച്ചാത്തിയേക്കാൾ മൂർച്ചയുണ്ട്. സത്യം പറഞ്ഞ ഉറക്കം നഷ്ടപ്പെട്ടു. കണ്ണടച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ കണ്ണുകളും ഒരു കത്തിമുനയുടെ തിളക്കവുമാ മുന്നിൽ. നീ സൂക്ഷിച്ചോ. ശാന്തനായി ഇരിക്കുമ്പോഴാ മനസ്സിജൻ കൂടുതൽ അപകടകാരി. എനിക്കറിയാം. അവനിപ്പോ മനസ്സുകൊണ്ട് സ്കെച്ച് ചെയ്യുക. എന്നെ മാത്രമല്ല, മാഡത്തിനെ. എന്നെ ഭയപ്പെടുത്താനായിട്ട് നോക്കണ്ട. നീ ആദ്യം നിന്റെ തല രക്ഷിക്കും. പിന്നെ ഞാൻ നിന്നെ ഇപ്പൊ വിളിപ്പിച്ചത് വേറൊരു പ്രധാന കാര്യം അസൈൻ ചെയ്യാൻ വേണ്ടിയാ. നീ പളനി വരെ ഒന്ന് പോണം. അവിടെ പൊന്നമ്പലം എന്നൊരാളുണ്ടോന്ന് കണ്ടുപിടിക്കാൻ നോക്കണം. ആളൊരു റൗഡിയാ. ഒരു 35 വയസ്സിന് താഴെ പ്രായം വരും. അതാരാ മാഡം? അതാരാണെന്ന് അറിയാനാണല്ലോ നിന്നോട് അന്വേഷിക്കാൻ പറഞ്ഞത്. നമ്മുടെ ശത്രുനിരയിലേക്ക് വരാൻ പോകുന്ന ഒരാൾ. പളനി മുരുകന്റെ സർവ്വ സൈന്യാധിപനെ പോലെ മൈലമ്മയുടെ തേര് തെളിക്കാൻ ഒരു വീരബാഹു. കണ്ടുപിടിക്കണം. ശത്രുക്കളെ ഓരോരുത്തരെയായിട്ട് മാർക്ക് ചെയ്ത് മാറ്റിവെക്കണം. ഇനി ഓപ്പൺ ഫൈറ്റാ. കാണുന്നില്ലല്ലോ. ശാമിയായി. നീ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്നാ ചോദിച്ചാ? എന്ത് ചോദിച്ചു? ഓ, കുഞ്ഞാന്റെ ഇപ്പൊ എന്നാ ചോദിച്ചേന്ന് പറഞ്ഞേ. എന്നാ ചോദിച്ചാ? അല്ല, ഞാൻ ചോദിക്കുമായിരുന്നു, നീ ആരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നെന്ന്. ആരെയാന്നോ? ഇന്നിവിടെ പുതിയ വിശേഷം സംഭവിക്കാൻ പോവല്ലേ? ആ വിശേഷത്തെ നോക്കി നിൽക്കാനാ. വിശേഷോ? എന്ത് വിശേഷം?
വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ അമ്മമ്മലിന്റെ പുതിയ കാറ് വരാൻ പോവാ. ഇപ്പൊ വരും. ഞാനേ അത് നോക്കി നിൽക്കുവാ. ഇപ്പൊ വരും, കണ്ടോ? ഓ, മൈലമ്മയുടെ ഷീ ടാക്സി ഇന്നാണോ വരുന്നത്? കീ ടാക്സി ഒന്നും അല്ല, ഷീ ക്യാബ്, ഷീ ടാക്സി, അതായത് പെണ്ണുങ്ങൾ ഓടിക്കുന്ന വണ്ടി. അങ്ങനെ കൂല ആവശ്യമില്ലാട്ടൊന്നും പറയണ്ട കേട്ടോ. അമ്മമ്മലിന്റെ പുതിയ 1-2 കാറാ വരാൻ പോന്നെ. അത് കുഞ്ഞേട്ടന് കാണണമെങ്കിൽ കുഞ്ഞേട്ടൻ അതൊന്ന് കാണാം. അല്ല പിന്നെ കുട്ടിമണി, കുട്ടിമണി, എങ്ങനെയുണ്ട് കാറ്? നമ്മുടെ കാറ് സൂപ്പറാണോന്ന്? ரவியண்ணா, என்ன அங்கே நிக்கிற? வா, வந்து வண்டி காணு. തീരെ ചെറിയ വണ്ടിയായി പോയി. കാറിന് പകരം എനിക്ക് ലോറി മേടിച്ചിട്ട് വരാൻ പറ്റുമോ രവിയണ്ണ? ഇത് ചിന്നത്, ആനാ 4 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. അല്ല, കാർ എന്നൊക്കെ പറയുമ്പോ കുറച്ചുകൂടെ വലിപ്പും ഭംഗിയൊക്കെ വേണമായിരുന്നു. മതിയുടെ വീട്ടിൽ കിടക്കുന്ന കാറുകൾ കണ്ടിട്ടുണ്ടോ? ഇന്നോവ, ലാൻഡ് റോവർ, സ്കോഡ. ടാക്സി ഓടിക്കാൻ ഇന്ത മാതിരി വണ്ടി തന്നെ പോതും. ഒരു ഇന്നോവ ഞാൻ മേടിക്കും, അത് കുറച്ച് കഴിഞ്ഞു. ചെറിയ കാറിലിരുന്ന് വലിയ കാറിലേക്ക്. നമ്മുടെ ലൈഫില് എപ്പോഴും അങ്ങനെ വേണല്ലോ. രവിയണ്ണ കാർ ഓടിക്കില്ലേ? ഉരുട്ടിയിട്ടൊക്കെ ഉണ്ട്. എന്ത്, കാറിന്റെ പുറകിലിരുന്നിട്ടോ? അല്ല, അങ്ങനെയല്ല, വെറുതെ സ്റ്റിയറിംഗ് ഒക്കെ. പക്ഷേ ഒരിക്കലും വണ്ടി ഉരുട്ടിയപ്പോ ഒരിടത്ത് തട്ടിമയിലമ്മേ. അതിനുശേഷം പേടിയാ, പിന്നെ ഞാൻ ഓടിച്ചിട്ടേ ഇല്ല. അത്തരം പേടിയൊക്കെ മാറ്റണം. നോക്ക്, ഈ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. നന്നായിട്ടുണ്ട്, കൊള്ളാം. കുഞ്ഞാടാ എനിക്കിപ്പോ സ്വന്തമായിട്ട് കാറായ ഈ അമ്മമ്മനെ എന്നെ കാർ ഓടിക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടേ. എന്നിട്ട് ഞാനൊരു കുഞ്ഞു കാറ് മേടിക്കും. അപ്പൊ നമ്മുടെ മുറ്റത്ത് 2 കാറ്, പച്ചക്കാറായിരിക്കാതെ. ഒരു ദിവസം ഞാൻ ചുമലക്കാർ ഓടിച്ചു, മറ്റേ ദിവസം ഞാൻ മഞ്ഞക്കാർ ഓടിച്ചു, മിനിയാൻ ഞാൻ നീലക്കാർ ഓടിച്ചു. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യ്, ചുമ്മാ കിടന്ന് ബഹളം വെക്കാതെ. ഏറെ കാറ് വിട്ടപ്പോ നിന്നെ 2 പാട്ട് പാടി കേൾപ്പിക്കാവേ. ഓ, എനിക്ക് കണ്ടിട്ട് എടുത്ത് തിന്നാൻ തോന്നാൻ പോയില്ലേ. നല്ല ചുണ്ടൻ കാറാ, സൂപ്പർ സൂപ്പർ. വണ്ടി നല്ല സൂപ്പർ അല്ലേ? മനുഷ്യ, മതി. നിങ്ങൾ ഇവിടെ വന്ന് ശൃംഗരിച്ചോണ്ടിരിക്കണോ ഇവളോട്? നിങ്ങൾക്ക് നാണോ മനുഷ്യ? അല്ല മതി, ഞാൻ ഈ കാർ വന്നപ്പോ കാണാനുള്ള കൗതുകം കൊണ്ട്. കാണാനുള്ള കൗതുകം? നിങ്ങൾക്ക് ലജ്ജയില്ലേ ഇവിടെ വന്ന് വല്ലവളുടെ വായിൽ നോക്കി നിൽക്കാനായിട്ട്? കാറ് കാണാൻ വന്നേക്കുന്നത് പോലും. നിങ്ങൾ എന്താ ഇതുവരെ കാർ കണ്ടിട്ടില്ല? മതി, ഇങ്ങനൊന്നും പറയാതെ, മൈലമ്മ കേക്കും. അയ്യോടാ, മൈലമ്മ കേക്കുന്നത് വലിയ നാണക്കേടായി പോയല്ലേ? അത് ശരി. മൈലമ്മയുടെ മുമ്പിൽ നിങ്ങളാരാ? വലിയ വീരപുരുഷനോ അതോ ലോക്കൽ ഹീറോയോ? ഇവളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ മോന്തക്കിട്ട് ഞാൻ ഒന്ന് തരുന്നതാണോ? അക്ക, ഇത് ഉങ്ങളോട് പുരുഷൻ, ഇപ്പടി ഒന്നും പേസക്കൂടാതെ. നീ പോടി. നിന്നോട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എങ്ങനെ സംസാരിക്കണമെന്ന് എന്നെ പഠിപ്പിക്കണ്ടെന്ന്. അക്ക, കൊഞ്ചം മര്യാദയാ പേസ്. ഇവർ ഉங்க കഴുத்துல தாலி கட்டினவர். അവര് உங்களுக்கு கடவுள் மாதிரி. ഞാൻ എന്റെ ഭർത്താവിനെ ദൈവമായോ ചെകുത്താനായോ കണ്ടോളാം. അത് എന്റെ സൗകര്യം. നീ ആണുങ്ങളെ വലവീശി പിടിക്കാനുള്ള ചൂണ്ടയും വള്ളം വലയുമായിട്ട് ഇറങ്ങാതിരുന്നാ മതി. അവള് രവിയണ്ണനെ വിളിച്ച് കാറും. അത് കാണാൻ ഒരു മൂന്ന് പെൺകോന്തനും. ഇങ്ങോട്ട് വാ മനുഷ്യ, ഇങ്ങോട്ട് വാ. ഞാൻ പറയട്ടെ. അയ്യോ, ഇന്ന് കുഞ്ഞാട്ടെന്റെ കിട്ടും. ഞാൻ കാറിന്റെ അടുത്തോട്ട് പോവാ. മതി,
എന്നെ ഇടിക്കാൻ കൊണ്ടുപോവാ. നിങ്ങളുടെ കണ്ണു കുത്തി പൊട്ടിക്കാൻ. അയ്യോ, എന്റെ കണ്ണു കുത്തി പൊട്ടിക്കല്ലേ മതി. കണ്ണു കുത്തി പൊട്ടിച്ച് ഞാൻ എങ്ങനെ ഉറങ്ങും? നിങ്ങൾക്ക് നാണമില്ലല്ലോ മനുഷ്യ. നാണമില്ലേ? എന്തിനാ മതി? എന്തിനാണെന്നോ? നിങ്ങൾ ഇന്ന് എന്റെ മേടിക്കും. എവിടെ അത്? അയ്യോ വേണോ? വേണ്ട. നിങ്ങൾ എന്തിനാ മൈലമ്മയുടെ അടുത്ത് പോയി നിന്നത്? എന്തിനാന്ന്? അത് മതി. അത് മതിയെന്നോ? എന്ത് മതിയെന്ന്? അയ്യോ, മറ്റേ മതി അല്ല ഉദ്ദേശിച്ചത്. ഈ മതി, എന്റെ മതി, എന്റെ പൊന്ന്. അയ്യോടാ, ഞാനങ്ങ് കുഴഞ്ഞു വീണുപോയി സ്നേഹം കൊണ്ടിട്ട്. അവളുടെ പാട്ട കാറ് കാണാൻ പോയേക്കുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു വാഹനം കാണുന്ന പോലെ. അങ്ങനൊന്നും അല്ല മതി. എന്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ ഒരുപാട് കാറ് കാണുന്നതല്ലേ. എവിടുന്ന്? നിങ്ങൾക്ക് കാറുണ്ടായിരുന്നോ? ഇല്ല, അച്ഛൻ ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. ഉച്ചവപ്പറമ്പിന്ന് നോണല്ലോ മനുഷ്യ നിങ്ങൾക്ക് ഇത് പറയാൻ. പിന്നെ ഞാൻ നമ്മുടെ വലിയ വലിയ വാഹനങ്ങളെ കുറിച്ച് മൈലിമോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. നമുക്ക് ഇന്നോവയുണ്ട്, ലാൻഡ് ക്രൂസിനുണ്ട്. ക്രൂസിനോ? അത് യേശു ക്രിസ്തു. നമുക്കുള്ളത് ലാൻഡ് ക്രൂസർ. ആ സാധനത്തെ പറ്റിയാ. നിങ്ങൾ കൂടുതൽ വിസ്തരിക്കാനൊന്നും പോണ്ട, അല്ലെങ്കിൽ അവക്കതൊക്കെ കേട്ടാ എന്തറിയാം. എന്നെ വെല്ലുവിളിച്ച് വയലൂരം വീട്ടിൽ നിന്നൊരു ടാക്സി സർവീസ്. എനിക്കറിയണം അതെത്ര മുമ്പോട്ട് പോവൂന്ന്. ആ പാവ മൈലമ്മ അത് ജീവിക്കാനല്ലേ മതി. കാറോ ഓട്ടോയോ എന്തെങ്കിലും ഓടിക്കട്ടെ, അത് നമുക്കെന്താ? നിങ്ങളുടെ എന്തൊരു അയ്യോ പാവം. അവൾ അങ്ങനെ ഇപ്പൊ ജീവിക്കണ്ട. വേണമെങ്കിൽ നമ്മുടെ വണ്ടിയിലൊരു ഡ്രൈവറുടെ വേക്കൻസി ഉള്ളത് ഞാൻ കൊടുക്കാം. എന്നാ ഞാൻ പോകുന്ന വണ്ടിയുടെ ഡ്രൈവറാക്കാൻ മതി. നിങ്ങൾക്ക് അവളുടെ അടുത്തിരിക്കാതെ പറ്റത്തില്ലല്ലേ? അയ്യോ മതി, അങ്ങനെ അല്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ? അല്ല, മതി പോകുന്ന കാർ ഓടിക്കാൻ തക്ക യോഗ്യത അവൾക്കുണ്ടോ ഇല്ലയോ, അതാ. അടുത്ത ഘട്ടം നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. എന്തായാലും ഈ കാർ വന്ന സ്ഥിതിക്ക് അവൾ ഇനി നമ്മുടെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് വരത്തില്ല. ഞാൻ ചെന്ന് ഈ കാർ അങ്ങ് വിൽക്കാൻ പറയാം. നിങ്ങൾ പറഞ്ഞുടനെ അനുസരിക്കാൻ അവൾ നിങ്ങളുടെ ആരാ? ആരാന്ന്? അങ്ങനൊന്നുമില്ല, അണ്ണൻ തങ്കച്ചി ബന്ധം. അയ്യടാ, അവളെ ഞാൻ എന്റെ ഡ്രൈവറാക്കും, എന്റെ ജോലിക്കാരി. അന്ന് മൈലമ്മ ജോലി ചോദിച്ചപ്പോ അങ്ങ് കൊടുത്താ മതിയായിരുന്നു. ഞാൻ പറഞ്ഞതല്ലായിരുന്നു മതിയോട്. അപ്പം മതി എന്നോട് ദേഷ്യപ്പെട്ടു. അതുകൊണ്ടല്ലേ അവളിപ്പോ കാറ് മുതലാളിയായത്. അവളെ ഞാൻ മുതലാളിച്ച് കളിപ്പിക്കുന്നുണ്ട്. ഈ കാർ അവൾ ഓടിക്കത്തില്ല. ഇതില്ലാതാവുമ്പോ അവൾ എന്റെ മുമ്പിൽ വന്ന് നിന്ന് കൈ നീട്ടും. അന്ന് ഞാൻ അവളെ എന്റെ ജോലിക്കാരിയാക്കും, എന്റെ അടിമ. விடும் மயிலமே. இல்ல அக்கா, நான் சொல்றது கேளு. நமக்கு ഒന്ന് പുറത്തു പോയിട്ട് വരலாம். അമ്മമ്മയിലെ നമുക്ക് ഒന്നിച്ച് പുറത്തു പോവാം. ഈ വെള്ളിയാഴ്ച കൊണ്ടോ? ഈ വണ്ടി നാളെ റോഡിൽ ഇറങ്ങും. അതിനു മുമ്പ് ഞാനും അക്കയും കുട്ടിമണിയും കൂടി കോവിലിൽ പോണം. വണ്ടിക്ക് നിറയെ പെട്രോൾ അടിക്കണോ, ഒരുപാട് വേലയുണ്ട്. അതിന്റെ നടുവില് നമ്മളൊന്ന് പുറത്ത് കറങ്ങിയിട്ട് വരും, അത്രേ ഉള്ളൂ. അല്ലാതെ അക്ക എങ്ങനെ അടച്ചുമുടി ഇതിനകത്ത് തന്നെ ഇരുന്നാ മതിയോ? വാ നമുക്ക് പോ. അത് ബാലേട്ടം വരാതെ. എന്താ അക്ക പറഞ്ഞത്? ബാലേട്ടം വന്നിട്ടോ? അപ്പൊ ബാലണ്ണനോട് എല്ലാം ചോദിക്കണം, അനുസരിക്കണം എന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ബാലണ്ണൻ മുന്നാടി ഭയങ്കര ജാട അല്ലേ? മോളെ, അത് ബാലേട്ടനും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞാലും ബാലേട്ടന്റെ അനുവാദം ചോദിക്കാതെ ഒന്നും ചെയ്യാൻ എനിക്കാവില്ല. അത് അങ്ങനെ. അത് നീ ഒരു ഭാര്യയാവുമ്പോഴേ നിനക്ക് മനസ്സിലാവും. അല്ല, ഞാനും ഒരു ഭാര്യയാണല്ലോ. എന്നിട്ട് ഞാൻ മനുഷ്യരോട് ചോദിക്കാൻ എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്യും. അത് മനസ്സിജൻ നിന്നെ കൊഞ്ചിക്കുന്നോണ്ടാ. മനസ്സിജന്റെ നല്ല അടി കിട്ടുമ്പോ നീ എല്ലാം പഠിച്ചോ. മനുഷ്യനെ തല്ലത്തൊന്നുമില്ല, അഞ്ച് നല്ല ഉറപ്പാത്. ഓ സമ്മതിച്ചേ. വലിയ ചേച്ചിയും കൊച്ചുമോളും കൂടി ഈ വണ്ടിയിലോട്ടൊന്ന് കേറാമോ? പിന്നെ ഞാൻ കൊച്ചുമോളൊന്നല്ല, ഞാൻ രാജകുമാരിയാ. രാജകുമാരി. അമ്മമ്മയിൽ എന്നെ രാജകുമാരീന്നങ്ങ് വിളിച്ചാ മതി. ഓ സമ്മതിച്ചേ. നമുക്ക് പുറത്തു പോയിട്ട് നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഓരോ മസാല ദോശ കഴിക്കാം. മസാല ദോശ? ഓ മസാല ദോശ ഇല്ല, മസാല ദോശ. കുട്ടിമണിക്ക് ഇഷ്ടമല്ലേ മസാല ദോശ? ആണോ? എന്നെക്കാട്ടും ഇഷ്ടേ കുഞ്ഞുമണിക്കാ. കുഞ്ഞുമണി എന്നോട് കഴിഞ്ഞ ദിവസം ചോദിക്കുവാനേ, എന്നാ മസാല ദോശ കിട്ടാത്തേന്ന്.
എന്നാ നമുക്ക് ഇന്ന് കഴിക്കാം. കഴിക്കാം. അയ്യോ സീതക്ക വാ. കുട്ടിമണി ഓടിപ്പോയി ഡോർ തുറക്ക്. വാ. അനങ്ങാതെ ഇവിടെ ഇരുന്നോളണം, ഇല്ലെന്നാ സുട്ടിടുവേ. അയ്യോ കൊല്ലണ്ടായേ, ഞാനിവിടെ അനങ്ങാതിരുന്നോളാം. കേറ് കുട്ടിമണി. ഞാൻ മുമ്പ് അമ്മമ്മയിൽ നീ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചെന്റെ. പിന്നെ വേണ്ടേ, കുട്ടിമണിയല്ലേ എന്റെ ഗുരു. എന്നാ കേറ്. കേട്ട് കുട്ടിമണി കേട്ട്. അവൾ അവളുടെ സീതാക്കയും അവളുടെ കുട്ടിമണിയും ഒക്കെ കാറി കയറ്റി ചെലവ് ചെയ്യാൻ കൊണ്ടുപോയേക്കുന്നു. മസാല ദോശയും ലഡുവും രസഗുളയും അവലൂസുണ്ടയും അവളുടെ. അവരെവിടെങ്കിലും പോട്ട് പൊന്നെ. അല്ല എന്ത് ചെലവാ പൊന്നെ? അവളുടെ കാറ് നാളെ റോഡിലെ ടാക്സി ആയിട്ട് ഓടാൻ ഇറങ്ങുമല്ലേ, ആണുങ്ങളെ വല വീശി പിടിക്കാനായിട്ട്. അതിന്റെ ചെലവാ. ഓ അല്ല, എന്നിട്ട് നമ്മളെയൊന്നും വിളിച്ചില്ലല്ലോ. നാണോ ഇല്ലാത്ത മനുഷ്യൻ. അവള് മേടിച്ചു തരുന്ന ലഡു വാങ്ങിച്ച് തിന്നാൻ നിൽക്കുന്നു. എന്നെ വിളിച്ചില്ലല്ലോ എന്ന്. ആ മൈലമ്മയുടെ പിറകെ കുയിലപ്പിന് നടന്നാലേ പറ്റത്തുള്ളായിരിക്കും അല്ലേ? അതൊന്നും അല്ല മതി. ഒരു വിശേഷം നടക്കുമ്പോ നമ്മളെ മാത്രം മാറ്റി നിർത്തിയല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞതാ. നമ്മളെ വീട്ടിൽ നടക്കുന്നു വിശേഷപ്പെട്ട ചടങ്ങ്. നിങ്ങൾ എന്താ തെക്കോട്ടെടുക്കാൻ പോവാണോ? അതാണോ ചടങ്ങ്? പൊന്നെ അങ്ങനൊന്നും പറയല്ലേ. എനിക്ക് മരിക്കാൻ ഭയങ്കര പേടിയാ. അതെന്താ? കുഴിച്ചിട്ടാ ശ്വാസം മുട്ടത്തില്ലേ? നിങ്ങക്ക് ബോധമുണ്ടോ മനുഷ്യ? സത്യത്തിൽ നിങ്ങളുടെ പെങ്ങളാണോ മന്ദബുദ്ധി, അതോ നിങ്ങളാണോ? ഒരു കുയിലപ്പൻ. മൈലമ്മ ചെലവിന് വിളിച്ചില്ല പോലും. നമുക്കേ ഒരു കാര്യം ചെയ്യാൻ പൊന്നെ. അവരോടുള്ള ദേഷ്യത്തിന് ടൗണിൽ പോയി നല്ല ചൈനീസ് ഫുഡ് കഴിക്കാം. ഇവളൊക്കെ മസാല ദോശയല്ലേ കണ്ടിട്ടുള്ളൂ. എന്തിന്? അവള് കാർ ഇറക്കുന്നതിന്റെ ചെലവായിട്ടോ? അങ്ങനെ അല്ല പൊന്നെ. നമ്മളെ വിളിക്കാതെ അവർ ഭക്ഷണം കഴിക്കുമ്പോ നമുക്കൊരു കൊതിക്കറിവൊക്കെ കാണത്തില്ലേ? കൊതിക്കറിവ് കുന്തം. നാളെ അവളുടെ വണ്ടി റോഡിൽ ഇറങ്ങാതിരിക്കാനായിട്ട് എന്താ വഴിയെന്ന് ആലോചിക്കും മനുഷ്യ. നാളെ നമ്മളെ കൊണ്ട് നാളെ ഹർത്താലൊക്കെ പ്രഖ്യാപിക്കാൻ പറ്റുമോ? വണ്ടി റോഡിൽ ഇറക്കാതിരിക്കാനായിട്ട്. നിങ്ങൾ പൊട്ടം കളിക്കുവാണോ അതോ എന്നെ കളിയാക്കുവാണോ? എന്റെ മതി. അവളോട് കാറ് റോഡിൽ ഇറക്കരുതെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു വഴിയുണ്ട്. നമുക്ക് അവളുടെ കാറിന്റെ 4 ടയറിനെ കാറ്റും കഴിച്ചു വിടാം. അപ്പോ അവൾ എങ്ങനെ വണ്ടി റോഡിൽ ഇറക്കുമെന്ന് കാണാം. അതൊരു ചെറിയ ഐഡിയ. പക്ഷെ അവൾ ആരെങ്കിലും കൊണ്ടുവന്ന് കാറ്റടിപ്പിച്ചത് റോഡിൽ ഇറക്കും. വാശിയുടെ കാര്യത്തില് അവളും ഒട്ടും മോശമല്ല. ശരിയാ, മതിയെ പോലെ തന്നെയാ. ഭയങ്കര വാശിക്കാരി. എന്തോ വല്ലോ പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ലേ. ഞാനേ പറയായിരുന്നു എന്റെ മതിക്ക അവളെക്കാളും വാശിയെന്നു. കാറിന്റെ കാറ്റഴിച്ചു വിട്ടാലൊന്നും അവള് തോക്കത്തില്ല. അവളെ തോൽപ്പിക്കണമെങ്കിൽ അവളുടെ നെഞ്ച് കത്തണം, കത്തിപ്പടരണം. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. എന്നതാ പൊന്നെ? ഞാൻ പറയാം. നിങ്ങൾ വിളിച്ച് കൂവരുത്. ഇന്ന് രാത്രി ആരും അറിയാതെ ഒരു കാര്യം നടപ്പാക്കണം. പറ, ഞാൻ എന്റെ പൊന്ന് പറയുന്നല്ലേ കേക്കൂ. ഇന്ന് രാത്രി ആ കാറ് ഈ മുറ്റത്ത് കിടന്ന് കത്തി എരിയണം. ഒരു വൈക്കോൽ തുറു എരിയുന്നത് പോലെ എരിയണം. അയ്യോ, കാറ് കത്തിക്കാനോ? ഭയങ്കര വിലയല്ലേ മതി അതിന്? അയ്യോ പൊത്തോ, മുട്ടായിയുടെ വിലയുള്ള ഒരു കാറ്. മതികലെ തോൽപ്പിച്ചുകൊണ്ട് ഒരുത്തി ഈ മുറ്റത്ത് കാർ ഓടിക്കണ്ട. നാളെ അത് റോഡിൽ ഇറങ്ങത്തുമില്ല. അവളുടെ ഒടുക്കത്തെ ഓടിപ്പാ ഇന്നത്തേത്. നാളെ വണ്ടി ഉണ്ടെങ്കിലല്ലേ അവൾ ഓടിക്കത്തുള്ളൂ. നോക്കിക്കോ നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്. നാളെ കണ്ണു തുറന്ന് എണീറ്റ് വരുമ്പോ ഒരു കരിക്കട്ടയായിരിക്കും ഈ മുറ്റത്ത് കിടക്കാൻ പോകുന്നത്. അവളുടെ ഏറ്റവും വലിയ സ്വപ്നം മതികല്ല കത്തിക്കരിച്ച് ഈ മുറ്റത്തിടും. ഇന്ന് രാത്രി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഉറക്കം നടിച്ച് കിടന്നാ മതി കേട്ടോ.
മോളെ അതൊന്നും തൊടാതെ. വിടുന്ന വിട്, എനിക്ക് നന്നായി ദോശ അറിയാം. മയില് നിങ്ങളെ എവിടാ കൊണ്ടുപോയത്? പറയാവേ. ആ, ഞങ്ങളെ ദൂരെ ഓടിച്ചു പോയിട്ട് ഒരു ഹോട്ടലിൽ ചെന്നിട്ട്. ഹോട്ടല്? എന്റെ കുഞ്ഞം അല്ല പിന്നെ. എന്റെ അപ്പച്ചിയമ്മേ, ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ജംഗ്ഷനിൽ പോയി ഓരോ ദോശ കഴിച്ചു. ഞാൻ 2 ദോശ കഴിച്ചു. ഒന്ന് എനിക്കും അതെന്റെ കുഞ്ഞു കഴിച്ചു. അല്ല, വലിയ എന്റെ ഒരു ദോശ കഴിച്ചേ. ഈ കുട്ടാപ്പൂനൊന്നും വേണ്ടായിരുന്നോ? കുട്ടാപ്പൂനോട് ഞാൻ ചോദിച്ചു നോക്കാം. കുട്ടാപ്പൂ മോനെ, എടാ കുഞ്ഞുമണി ചേട്ടൻ കുട്ടാ, നിനക്ക് ദോശ വേണ്ടായിരുന്നോടാ? പെണ്ണിപ്പ കൊച്ചിനെ മറിച്ചിടും. വേണ്ടായിരുന്നോ? അങ്ങോട്ട് മാറിയിരിക്കണം. ഒരു ബോധവും ഇല്ല. അവളാണെങ്കിൽ അവളുടെ ശരീരം ഇട്ട് ഒലയ്ക്കുന്നത്. ഇപ്പൊ ദേ നിന്നെയും പിടിച്ചു കുലുക്കുന്നു, ചുമ്മാ ദേഹം ഇളക്കാനായിട്ട്. അത് കുട്ടിമണിയുടെ സ്നേഹം കൊണ്ടല്ലേ അപ്പച്ചമ്മേ? ഓ, ഇങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാ പിന്നെ ആള് മിച്ചം കാണുമോ? കുട്ടിമണി, കുട്ടപ്പന് ദോശയൊക്കെ കിട്ടി. വല്യേച്ചി കഴിച്ചതിന്റെ പകുതിയെ ഞാൻ അവന് കൊടുത്തു. അവൻ അത്രയും മതിന്ന് പറഞ്ഞു. ആണോ? അതിനെ പറ്റി അല്ല, ഈ കുട്ടാപ്പൂന് വിശപ്പൊന്നും ഇല്ലേ? എടാ കുട്ടാപ്പൂ, നീ നന്നായിട്ട് മേടിച്ച് കഴിച്ചോണം കേട്ടോ. എന്നാലേ ഇനി എന്റെ അത്രേ ശക്തി വരൂ. എടി കുഞ്ഞുമണി മോലെ, നിനക്ക് നല്ല ശക്തിയാട്ടോ. എന്നെ പോലെ തന്നെ നല്ല ശക്തിയാട്ടോ. അമ്മയുടെ മോളല്ലേ, ശക്തി കൊട്ടും കുറവ് കാണത്തില്ല. ബുദ്ധിയുടെ കാര്യത്തിലെ സംശയമുണ്ട്. അങ്ങനെയൊന്നും പറയല്ലേ അപ്പച്ചമ്മേ. അല്ല മോളെ, ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടിയാ മോളെ. കാരണം ഇവള് ജനിച്ച കാലം തൊട്ട് എന്റെ അച്യുതനും ശാരദയും അനുഭവിക്കുന്ന വേദന ഞാൻ കണ്ടതാ. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അവരനുഭവിച്ച പരിഹാസങ്ങള്. അതുപോലൊരു ജന്മം കൂടി കാണരുതേ ദൈവമേ എന്നാ എന്റെ പ്രാർത്ഥന. അല്ലെങ്കിൽ അതിനു മുമ്പ് എന്റെ കണ്ണങ്ങടയണം. എന്താ അപ്പച്ചമ്മേ ഇത്? അങ്ങനൊന്നും വരത്തില്ല. കുട്ടിമണിക്ക് നല്ല ബുദ്ധിയുള്ള കുഞ്ഞുണ്ടാവും. എനിക്കുണ്ടാവുന്ന കുഞ്ഞുമണിക്ക് ഭയങ്കര ബുദ്ധിയാ. എനിക്ക് ദൈവം ബുദ്ധി തന്നില്ലല്ലോ. അതുകൊണ്ട് ദൈവം പറഞ്ഞു, കുട്ടിമണി നിന്റെ കുഞ്ഞുമണിക്ക് നല്ല ബുദ്ധി തരാന്ന്. കണ്ടില്ല അവളുടെ വിശ്വാസം? കണ്ടില്ല അപ്പച്ചമ്മേ? അവള് പറയുന്നത് പോലെ ആയാ മതി. എന്റെ ശാരദയ്ക്ക് മരിക്കും വരെ സങ്കടപ്പെടാൻ കുട്ടിമണിയായിരുന്നു കാരണം. പക്ഷെ ഈ കൊച്ചിനൊന്ന് സങ്കടപ്പെടാനുള്ള ബുദ്ധി പോലും ഇല്ലല്ലോ സീതമോളെ. അല്ലാതെ എനിക്ക് മനസ്സിലാവും അപ്പച്ചമ്മയുടെ മനസ്സിലെ ആദ്യം. നോക്കിക്കോ, ദൈവം മിടുമിടുക്കിയായ ഒരു കുഞ്ഞിനെയായിരിക്കും കുട്ടിമണിക്ക് കൊടുക്കുന്നത്. ബാല, എന്ത് പറ്റിയടാ? എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഓ, ഒന്നുമില്ല, ഒരു പനിക്കോള്. എന്നാ പിന്നെ ആശുപത്രി പോകായിരുന്നില്ലേ? എന്നത്തിനാ? മനുഷ്യന് ജീവിക്കണം തോന്നിയാലല്ലേ മരുന്ന് കഴിക്കേണ്ട കാര്യമുള്ളൂ. എടാ, ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം. കളിക്കാൻ നീ ആശുപത്രി പോ. ഇപ്പൊ പോയൊരു കുത്തിവയ്പ്പെടുത്ത അതങ്ങ് മാറും. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു മഹാരോഗം വന്ന് മനുഷ്യനങ്ങ് ഇല്ലാതായാ മതി. ആ അവസ്ഥയിലാ മനസ്സ്. അന്നേരാ ഇനിയൊരു പനിക്ക് മരുന്ന് മേടിക്കാൻ പോകുന്നത്. ബാലേട്ടന് മൊത്തത്തിൽ ജീവിതം മടുത്തിരിക്കുകയാണല്ലോ. ആരെയും ഇഷ്ടപ്പെടാനും കഴിയുന്നില്ല, ആരുടെ ഇഷ്ടം കാണാനും കഴിയുന്നില്ല. മാറ് കുട്ടിമണി. കുട്ടിമണി, വല്യേട്ടന്റെ അടുത്തൊന്ന് ചെന്നിരിക്ക്. വല്യേട്ടന് പനിയല്ലേ? വല്യേച്ചി പിന്നെ വരാം. ഇപ്പൊ കുട്ടിമണി ചെല്ല്. ഞാൻ പോവാവേ. പരിശോധിച്ചാമേ. ഞാൻ ഡോക്ടറല്ലേ, ഞാൻ പോവാ. പരിശോധിച്ച അച്ഛനെന്നെ കാണാമായിരിക്കുമല്ലേ? കുട്ടിമണി പണ്ടിവിടെ വന്ന് നിൽക്കുമ്പോ, കിണറ്റിലേക്ക് നോക്കി സംസാരിക്കുമ്പോ അതൊരു കളിയായിട്ടും തമാശയായിട്ടുമേ തോന്നിയിരുന്നുള്ളൂ.
പക്ഷേ ഇപ്പൊ ആരുമില്ലെന്നുള്ള തിരിച്ചറിവില് ആഗ്രഹിച്ചു പോവാ. ഒരു ദിവസമെങ്കിലും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിലെന്ന്. എനിക്ക് നിങ്ങളുടെ മുമ്പിലിരുന്നൊന്ന് കരയാമായിരുന്നു, മനസ്സ് തുറന്ന് നിങ്ങളോടൊന്ന് പറയാമായിരുന്നു സങ്കടങ്ങൾ മുഴുവൻ. അച്ഛനും അമ്മയും ഇല്ലാതാകുന്നതോടെ മക്കൾ അനാഥരാകും എന്ന് പറയുന്നത് ശരിയാ. ഈ ലോകത്ത് പിന്നെ ഏതൊക്കെ ബന്ധുക്കളുണ്ടെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിലും അച്ഛനും അമ്മയ്ക്കും പകരാവത്തില്ലാരും. ജീവിതത്തിലെ തീരുമാനങ്ങളെല്ലാം പിഴച്ചു പോയ ഒരാളാണ് ഞാൻ. അച്ഛനും അമ്മയ്ക്കും അതറിയാം. പക്ഷേ ഒരു തീരുമാനം ഞാൻ എടുക്കുക. പിണങ്ങരുത്, ദേഷ്യപ്പെടരുത്, ശപിക്കരുത്, വഴക്കു പറയരുത്. ജീവിതത്തിലെ ഏതൊരു കാര്യത്തിനും എന്നെ അനുഗ്രഹിച്ചതുപോലെ ഇതിനും എന്നെ അനുഗ്രഹിക്കണം. അല്ല, വെള്ളിയായിട്ട് പനിയാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിക്കുന്നേ? അത് ഒന്നുമില്ല കുട്ടിമണി, ഞാൻ വെറുതെ അച്ഛോട് സമ്മാനിക്കാൻ വന്നാണല്ലേ? അച്ഛേ അച്ഛേ, അതെ ഞാനും വെള്ളിയായിട്ടും ഇപ്പൊ പങ്കട് കൂറ്റാനേ, പങ്കട് കൂട്ടാ, പണ്ടത്തെ പോലെ തന്നെ കൂട്ടാ. ഇപ്പൊ വായിക്കൊന്നും ഇല്ലെന്നേ, അതുകൊണ്ട് വെള്ളിയാട്ടിനെ വായിക്കൊന്നും പാടില്ല കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, വെള്ളിയാട്ടിനെ ഭയങ്കര പനിയാണേ. ഞാൻ നോക്കിയായിരുന്നേ, ഞാനേ ഒരു പനിക്കൂക്കറ കഷായോ ഒരു തുളസി കഷായോ ഒക്കെ വെച്ച് കൊടുത്തോട്ടെ? വേണ്ടോ? എൻ്റെ കൈവല്ലോ എന്നാ കൊടുക്കുന്നില്ല. വെള്ളിയായിട്ട് ഗുളിക വാങ്ങിച്ചു കഴിക്കട്ടെ അല്ലേ? ഓ ശരി ശരി ശരി. അതെ ഞാനേ ഒരു കഷായം വെച്ചാരായിരിക്കുവായിരുന്നേ. അപ്പൊ അച്ഛൻ അമ്മയെ സമ്മതിക്കുന്നില്ല. അവര് പറയാനേ മോളുടെ കൈ പൊള്ളും, അതുകൊണ്ട് കുട്ടിമണി ഒന്നും ചെയ്യണ്ട, വെള്ളിയായിട്ട് വേണം ഗുളിക വാങ്ങിച്ചു കഴിച്ചോട്ടെ. ഞാൻ ഗുളിക തിന്നോളാം. അത് മതി അത് മതി അത് മതി. വെള്ളിയായിട്ട് ഗുമ്മന്ന് നോക്കുന്നേ? ഒന്നുമില്ല മോളെ, കുട്ടിമണിക്കും കുഞ്ഞുമണിക്കും ഒക്കെ സുഖമല്ലേ? ഷുഗർ വെള്ളത്തിൽ ആദ്യമായിട്ടാണല്ലോ കുഞ്ഞുമണിക്ക് ഷുഗറാണോ ചോദിക്കുന്നത്? എന്റെ കുഞ്ഞുമണിക്ക് പങ്കട് സന്തോഷായി. എന്റെ കുഞ്ഞുമണി പിന്നെ എന്നോട് വെള്ളായിട്ട് ചോദിച്ചേ എനിക്ക് ഷുഗറാണോന്ന് ചോദിച്ചു. നീ മിടുക്കിയായിട്ടിരിക്കുന്നോന്നും എല്ലാരും ചോദിച്ചു. വല്യേട്ടനല്ല, കുട്ടിമണിയുടെ കുഞ്ഞുമണി മോളുടെ വല്യമ്മാവനാ ഞാൻ. വലിയ മാമൻ, വല്യമ്മാവൻ. വലിയ മാമൻ, വലിയ മാമൻ, വലിയ മാമൻ, വലിയ മാമൻ. അയ്യോ, ഈ അമ്പിളിയമ്മാവൻ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? അയ്യോ, അമ്പിളിയമ്മാവൻ, അമ്പിളിയമ്മാവൻ. മോള് നല്ല മിടുക്കിയായിട്ടിരിക്കണം കേട്ടോ. ഇനിയും കുഴപ്പങ്ങളിലും വഴക്കിലൊന്നും പോയി ചാടരുത്. ഇല്ല. മനസ്സിനോട് ഒത്തിരി സ്നേഹത്തിൽ നിൽക്കണം. അതിന് എനിക്ക് മനുഷ്യനോട് ഒത്തിരി സ്നേഹ. എന്റെ ഈ മനുഷ്യൻ നിറച്ച് മനുഷ്യനോട് സ്നേഹ. മനസ്സിനകത്ത് സ്നേഹം നിറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. ആണോ? സ്നേഹം പ്രകടിപ്പിക്കണം, വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ. എങ്കിലേ ആ സ്നേഹം അർഹതയുള്ളവർക്ക് അനുഭവിച്ചറിയാൻ പറ്റൂ. അപ്പോ അവർക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതാ. ഇനി പറയാൻ ബാലേട്ടൻ ഉണ്ടായിന്ന് വരത്തില്ല. അതുകൊണ്ട് ഒന്നോടെ പറയുക, മോള് മിടുക്കിയായിരിക്കണം, കുഞ്ഞുമണിയെ നന്നായിട്ട് നോക്കണം. നിന്റെ കുറവുകൾ വല്യേട്ടന് നന്നായിട്ടറിയാം. അതൊക്കെ മറികടക്കാൻ ദൈവം നിനക്ക് ശക്തി തരും. വല്യേട്ടന്റെ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹവും മോൾക്കുണ്ടാവും. അല്ല, വല്യേട്ടൻ ഇതിപ്പോ എവിടെ പോവാ? വല്യേട്ടനെ ഒരു കുഞ്ഞ് സർക്കസ് നിർത്താൻ പോവും. ചക്രശോ? എന്ത് ചക്രശോ? അതൊക്കെയുണ്ട്. കുറച്ച് കഴിയുമ്പോ എല്ലാവർക്കും കാണാം. വല്യേട്ടൻ ചക്രശ
ചക്രശ്യം കാണിച്ചോളൂ. അത് കൊള്ളാലോ. ചക്രശ്യം വലിയേട്ട് സൂപ്പർ സൂപ്പർ. എനിക്ക് പറ്റണം. ഞാനും പച്ചോടം തന്നെ. മോള് പുറത്തിറങ്ങി പോയിക്കേ. ഇല്ല, ഞാൻ ഈ ചക്രശ കാണാൻ വന്നതാ. വലിയ ഇതിൽ ഊഞ്ഞാലാന്ന് കണ്ടിട്ടേ ഞാൻ പോവും. ഇല്ല, ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞില്ലേ. എനിക്ക് വലിയ ചക്രശ കാണിക്കുന്ന കാരണം അതിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. വലിയ ഞാൻ പോയിട്ട് എല്ലാരും വിളിച്ചോണ്ട് വരട്ടെ. വലിയച്ചേ, അപ്പച്ചമ്മേ, അമ്മമ്മയിലെ എല്ലാരും അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരട്ടെ. കാണട്ടെ അവര് വലിയ ചക്രശ. ആരെയും വിളിക്കണ്ട, മോളെന്തിറങ്ങി പോയിക്കേ. എന്നാ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. എന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിച്ചാ മതി. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. വലിയേട്ടൻ ചൂട്ടോടിച്ചോണ്ട് വന്നപ്പോ എന്നാ പറഞ്ഞേ? പനിയാണെന്നല്ലേ? വലിയേട്ടൻ പണിയില്ല, ഫുഡില്ല. പനി പോയണ്ടല്ലേ വലിയേട്ടൻ ഇപ്പൊ ചക്രശ കാണിച്ചില്ലേ? കാഞ്ച് വരാട്ടോ, കാഞ്ച് കുട്ടുമനൊന്ന് കാണിട്ടേ, കാഞ്ച്. വേഗം 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 വേഗം